ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസാണ് പറയുന്നത്. നമുക്കിവിടെ ഫസ്റ്റ് ആക്ടിവിറ്റി വന്നിട്ടുള്ളത് ഡയറി റൈറ്റിംഗ് ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡയറി എൻട്രി എങ്ങനെയാണെന്ന് അറിയാം. അത് നമ്മൾ 3rd സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതുമാണ്. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫയർമാൻ ഗേവ് ആൻ അവാർഡ് ടു ദിൽന. ഷീ ബിക്കെയിം വെരി ഹാപ്പി. She wrote her feelings in her diary. What would be her diary entry? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദിൽന അവളുടെ അമ്മയെ എന്ത് ചെയ്തു? ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതിനവൾ ഫയർമാനെ വിളിച്ചു. എന്നിട്ട് അവർ വന്നിട്ടാണ് എന്ത് ചെയ്തത്? അവളുടെ അമ്മയെ രക്ഷപ്പെടുത്തിയത് അല്ലേ? അപ്പോൾ ദിൽന ചെയ്തത് ഒരു വലിയ കാര്യമാണെന്നും അവൾക്ക് ഫയർമാൻ്റെ വക എന്ത് കിട്ടി? ഒരു അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ദിൽന ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാലോ, അവളൊരു കാര്യം ചെയ്തു, അതിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. പോരാത്തതിന് അവളുടെ അമ്മയെ എന്ത് ചെയ്തു? രക്ഷപ്പെടുത്താനും കഴിഞ്ഞു. ഈ ഒരു ദിവസം ആ കുട്ടി എഴുതാനിടയായ ഡയറി എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ നിർബന്ധമായിട്ടും ഡേറ്റും മാസവും വർഷവും എഴുതും, ദിവസവും ഉണ്ടായിരിക്കും അല്ലേ? ഡയറി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെ ദിൽന ഡയറി എഴുതി തുടങ്ങുന്നത് എങ്ങനെയാണ്? ഐ ബിക്കെയിം എ റിയൽ ഹീറോ ടുഡേ. ഇന്ന് ഞാൻ എന്തായി? ഒരു വലിയ ഹീറോ ആയി. ഇവിടെ ദിൽന എഴുതി നിർത്തിയെടുത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തുടങ്ങേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ ആരായി മാറണം? ദിൽനയായി മാറണം. നമ്മളാണ് എന്ത് ചെയ്തത്? അമ്മയെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഫീലിങ്സ് തോന്നുന്നു അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, നമുക്കിങ്ങനെ എഴുതി തുടങ്ങാം. ഐ ബിക്കെയിം എ റിയൽ ഹീറോ ടുഡേ എന്ന് ദിൽന പറഞ്ഞു അല്ലേ? ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഐ സേവ്ഡ് മൈ മദർ ഫ്രം എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഞാൻ എൻ്റെ അമ്മയെ എന്ത് ചെയ്തു? ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആക്ച്വലി ഐ വാസ് റിയലി ഫ്രൈറ്റൻഡ്. ശരിക്കും എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ബട്ട് ഐ വോണ്ട് ടു ഡു സംതിങ് ടു സേവ് മൈ മദർ. പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമായിരുന്നു? എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു. ദാറ്റ്സ് വൈ ഐ കോൾ ദ എമർജൻസി നമ്പർ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഈ ഒരു എമർജൻസി നമ്പറിൽ ഇന്ന് വിളിച്ചത്. ഐ ആം റിയലി ഹാപ്പി ടുഡേ. ഞാൻ വളരെയധികം സന്തോഷത്തിലാണിന്ന്. മൈ ബ്രദർ ഓൾസോ അപ്രീഷിയേറ്റഡ് മീ. Definitely, I gave this emergency number to all my friends. All of us wants to become heroes. ഇവിടെ ദിൽന പറയുന്നത് എന്താണ്? ഞാനിന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം എന്താ? എൻ്റെ അമ്മയെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ അങ്ങനെ പേടിച്ചിരിക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു? എമർജൻസി നമ്പർ റിമെമ്പർ ചെയ്ത് എന്ത് ചെയ്തു? ആ നമ്പറിലേക്ക് വിളിച്ച് ആളുകളെ അതുപോലെ തന്നെ അവൾക്കുണ്ടായ വേറൊരു സന്തോഷം എന്താണ്? ഇസാക്ക് അല്ലേ? ദിൽന അങ്ങനെ അമ്മയെ രക്ഷപ്പെടുത്തിയപ്പോൾ, അല്ലെങ്കിൽ അവൾക്ക് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ഇസാക്ക് അവളോട് പറഞ്ഞു എന്ത്? നീ ഒരു റിയൽ ഹീറോ ആണ്, അല്ലെങ്കിൽ നീയാണ് ബെസ്റ്റ് എന്ന് അവളോട് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ദിൽനയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെയധികം സന്തോഷം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൾ പറയുന്നൊരു കാര്യം നോക്കൂ. ഡെഫിനറ്റ്ലി ഐ ഗേവ് ദിസ് എമർജൻസി നമ്പർ ടു ഓൾ മൈ ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഈ നമ്പർ പറഞ്ഞു കൊടുക്കും. എന്തിനാ അത്? ഓൾ ഓഫ് us വാണ്ട്സ് ടു ബിക്കം ഹീറോസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താവണം? ഹീറോസ് ആവണം. അപ്പോൾ മേ ബി ഇത്രയൊക്കെ ആയിരിക്കാം എന്ത് ചെയ്തിട്ടുണ്ടാവുക? ദിൽന ചിന്തിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതിൽ കവിഞ്ഞ് കൂട്ടുകാർക്കെല്ലാം വേറെ ഒരുപാട് തോട്ട്സ് വന്നിട്ടുണ്ടായിരിക്കാം. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് വേണ്ട രീതിക്ക് വേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു എൻട്രിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ടീച്ചേഴ്സിന് ഈ ഒരു ആക്ടിവിറ്റി കാണിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഇത് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ജസ്റ്റ് നിങ്ങളുടെ ഐഡിയ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? അവനവൻ്റെ തോട്ട്സ് ഉൾപ്പെടുത്തിയിട്ട് വേണം എല്ലാവരും ആക്ടിവിറ്റി ചെയ്യാൻ കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിനൊക്കെ പോകുമ്പോൾ സ്വയം സെൻറ്റൻസുകൾ മേക്ക് ചെയ്യാനും സ്വയം ഡയറി എൻട്രി എല്ലാം നടത്താനും കഴിയുള്ളൂ. ഒരിക്കലും ഒരു കാര്യവും ചിന്തിക്കാണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ആരും തുടരരുത്. സോ ഈ ഒരു ഡയറി എൻട്രിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ആക്ടിവിറ്റീസായിട്ട് ഉൾപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ പറ്റുന്നത് കേട്ടോ. സോ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.